കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെ കഴിഞ്ഞ ദിവസം കെ.എസ്.യു പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ അതിക്രമം എന്ന് സർക്കാർ വിശേഷിപ്പിക്കുന്ന, എന്നാൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല എന്ന് യു.ഡി.എഫ് വിശദീകരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. കാരണം കേരളത്തിലുള്ള ആരോഗ്യമന്ത്രി വീണ ജോർജുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വയറ്റിൽ കത്രിക കുടുങ്ങിയ വിഷയമൊക്കെ അവർ ഹാൻഡിൽ ചെയ്ത രീതിയും അതിനെതിരെയുള്ള വിമർശനങ്ങളും അവർ മാധ്യമങ്ങളോട് പെരുമാറുന്ന രീതിയും പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവർ സംസാരിക്കുന്ന രീതിയൊക്കെ വളരെ വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. യു.ഡി.എഫ് ഈ അവസരം മുതലെടുത്തുകൊണ്ട് ആരോഗ്യമന്ത്രിക്കെതിരെയുള്ള വലിയ പ്രതിഷേധങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ വീട്ടിൽ പോയി റീത്ത് വെക്കുന്ന പോലെയുള്ള സമരമുറകളൊക്കെ അതൊക്കെ അംഗീകരിക്കാൻ കഴിയുമോ എന്നുള്ള ജനാധിപത്യ പ്രക്രിയയിൽ അംഗീകരിക്കാൻ കഴിയാത്ത സമരമുറകൾ അടക്കം അതിൽ വന്നിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ വെച്ച് നടന്ന റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇത് സർക്കാർ പറയുന്നതാണോ ശരി, അല്ലെങ്കിൽ യു.ഡി.എഫ് പറയുന്നതാണോ ശരി എന്ന് പരിശോധിക്കുമ്പോൾ ആരോഗ്യമന്ത്രിക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള കയ്യേറ്റങ്ങൾ നടത്തി അവരുടെ ഷോൾഡറിന്, കഴുത്തിന് പരിക്കേൽപ്പിച്ചു എന്നാണ് പറയുന്നത്. FIR ഒക്കെ അങ്ങനെയാണ് ഇട്ടിട്ടുള്ളത്. FIR ഒക്കെ സർക്കാർ താല്പര്യപ്രകാരമായിരിക്കാം. പക്ഷേ അത്തരം ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങൾ നമുക്ക് നോക്കുമ്പോൾ അത്തരം കാര്യം അതിലില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അവരുടെ സമരക്കാർ സമരം നടത്തുന്നു. 4-5 പേരാണ് സമരമുണ്ടായിരുന്നത്. കരിങ്കൊടി കാണിക്കുന്നു, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ പ്രതിഷേധങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ആരോഗ്യമന്ത്രിക്ക് പരിക്കേൽക്കുന്ന രീതിയിലുള്ള കയ്യേറ്റങ്ങൾ ഉണ്ടായതായിട്ട് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പിന്നീട് അവിടെ പോലീസ് സംവിധാനം, അത്യാവശ്യം നല്ല പോലീസ് സംവിധാനം ഉണ്ടായിരുന്നു. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടക്കം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. തിരിച്ച് സമരക്കാർക്ക് നേരെ ആരോഗ്യമന്ത്രി ആക്രോശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ട് അവർ ആക്രോശിച്ചു, അവരെന്താണ് അത്തരം വൈകാരികമായ പ്രതികരണത്തിലേക്ക് പോയിച്ചത് എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു. മാധ്യമ പ്രവർത്തകയിൽ നിന്നും CPM എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും മന്ത്രിസ്ഥാനമൊക്കെ നേടിയെടുത്തിട്ടുള്ള ആളാണ്. ഇതൊക്കെ വളരെ പെട്ടെന്നായിരുന്നു. CPM-ൽ അവർ നേരത്തെ തന്നെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ CPM-ലെ ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി ഇങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളോ അത്തരം ഒരു കാര്യങ്ങളൊന്നും അവർക്കുണ്ടായിരുന്നില്ല. പകരം അവർ മാധ്യമ മേഖലയിലാണ് പ്രവർത്തിച്ചത്. പക്ഷേ സഡൻലി അവർ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നു, MLA ആകുന്നു, അടുത്ത ടൈമിൽ തന്നെ അവരെ മന്ത്രിയാക്കുന്നു. ഇത് അവിടുത്തെ സഭയുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ സഭകളുടെ താല്പര്യപ്രകാരം അവരുടെ നോമിനിയായിട്ടാണ് ഇവരെ മന്ത്രിസഭയിൽ എടുത്തത് എന്നൊക്കെ അന്ന് വിമർശനം ഉണ്ടായിരുന്നതാണ്. ഓവറോൾ അവരുടെ ഗ്രാഫ് നോക്കുമ്പോൾ കഴിഞ്ഞ ഈ 5 വർഷത്തിനിടയ്ക്ക് പെർഫോമൻസ് വൈസ് പല സമയത്തും പാകപ്പിഴവുകൾ സംഭവിച്ചിട്ടതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത്തരം വിമർശനങ്ങൾക്ക് കാര്യമുണ്ടായതായിട്ട് തോന്നിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ കത്രിക വയറ്റിൽ കുടുങ്ങിയ സംഭവം നിസ്സാരമായ വീഴ്ചകൾ എന്ന് അവര് പറയുന്ന, എന്നാൽ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമല്ലാത്ത പല വീഴ്ചകളും ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ട്. അത് വീഴ്ചകൾ സംഭവിച്ചതില്ല, അതിനോട് അവർ സ്വീകരിച്ച നയസമീപനങ്ങളാണ് പലപ്പോഴും പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്. ഓരോ കാര്യം, ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും ഏത് രീതിയിലാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്നതാണ്. കേരളത്തിലുള്ള ഒരു ആരോഗ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഒരു പരാതികൾ ഉണ്ടായാൽ, അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പുമായി ഒരു പരാതികൾ ഉണ്ടായാൽ ആ പരാതികൾ പരിശോധിച്ച് നടപടിയെടുക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യം. ആ പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയും വേണ്ട നടപടികൾ, ക്രമങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഇവിടെ ഈ ഒരു സ്ത്രീയുടെ സർജറിയുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷനിൽ കത്രിക വയറ്റിൽ കുടുങ്ങിയ സംഭവത്തിലും മറ്റു ചികിത്സാ പിഴവുകളിലും ഇത്തരം നടപടികൾ ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, അവർ പരസ്യമായി പ്രതിഷേധങ്ങളും സമരങ്ങളും നടത്തിയതിനു ശേഷമാണ് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇതാണ് വിമർശന വിധേയമാവുന്നത്. സർക്കാർ തലത്തിലെ ഡോക്ടർമാരെ സംരക്ഷിക്കാനാണ് ആരോഗ്യമന്ത്രി ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇത്തരം വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അവർക്കെതിരെയുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങൾ അത് പരിശോധിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടായതായിട്ട് തോന്നുന്നില്ല. അവരുടെ കഴുത്തുളുക്കിയെന്നോ ഇവിടെ കൈയിന് പരിക്കേറ്റുന്നോ എന്ന് ഇങ്ങനെയൊക്കെയാണ് ഇടത് ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്നത്. പിന്നീട് തെരുവ് പ്രക്ഷോഭത്തിലേക്ക് കടന്നു. ഒരു ഭാഗത്ത് LDF വെൽ പ്ലാൻഡായി അവരുടെ സംഘടനാ സംവിധാനം ഉപയോഗപ്പെടുത്തി കേരളത്തിലെ എല്ലായിടത്തും, എല്ലാ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പ്രതിഷേധങ്ങൾ തുടങ്ങി. മറുഭാഗത്ത് UDF അവരുടെ ഓഫീസുകൾ സംരക്ഷിക്കാനെന്ന പേരിൽ പരസ്പരം ഇത്തരം പ്രശ്നങ്ങളുണ്ടായി. പ്രത്യേകിച്ചും LDF ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് പരമാവധി കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ള ഒരു നയത്തിലേക്കാണ് ആദ്യം തന്നെ പോയത്. മുഖ്യമന്ത്രിയൊക്കെ നേരിട്ട് ഇടപെട്ടു, സ്പീക്കർ ഇടപെട്ടു, മിനിസ്റ്റർക്ക് പരിക്കേറ്റെന്ന് പറയുന്നു, സമരക്കാരാണ് ഇത് ചെയ്തതെന്ന് പറയുന്നു. ഏതായാലും ഈ
വിഷയവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അഥവാ RPF അത്തരം മന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ റെയിൽവേയുടെ CCTVയിലോ മറ്റോ കണ്ടെത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നിലവിലുള്ള അവസ്ഥ. ഏതായാലും ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിഷേധത്തിന് എല്ലാ ജനാധിപത്യ അവകാശങ്ങളും എല്ലാ വിഭാഗം ജനങ്ങൾക്കും കേരളത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും സംഘടനകൾക്കും ഉണ്ട്. ആ അത് ഏത് വരെ പോകാം എന്നുള്ളത് ജനാധിപത്യപരമായിരിക്കണമെന്നാണ് അതിന്റെ ആത്യന്തികമായിട്ടുള്ള കാര്യം. മറ്റൊന്ന്, ആരോഗ്യമന്ത്രി ഇതിനോട് എന്ത് സമീപനം സ്വീകരിക്കുന്നു? അവർ വെല്ലുവിളിക്കുകയും ആക്രോശിക്കുകയും അല്ലെങ്കിൽ അവരെ ഈ പത്രമാധ്യമങ്ങൾക്ക് മുമ്പിലൂടെ സമരക്കാരെ വാടാ ഇങ്ങോട്ട് വാടാ എന്നൊക്കെ വിളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ അത് തീർത്തും ഭൂഷണമല്ല. അതൊരു ആരോഗ്യമന്ത്രി എന്നുള്ള സ്ഥാനം ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ ആ കാര്യത്തിൽ കുറച്ചും കൂടി പക്വതയും ഉത്തരവാദിത്വവും കാണിക്കേണ്ടതുണ്ട്. മറ്റത് ആരോഗ്യമന്ത്രി അല്ലാത്ത സാധാരണക്കാരായ ഏതെങ്കിലും സ്ത്രീയാണെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും സംഭവിച്ചാൽ അവർ പ്രതികരിക്കുന്ന രീതി പോലെ കേരളത്തിലെ ഉത്തരവാദപ്പെട്ട ആരോഗ്യമന്ത്രി പ്രതികരിക്കുന്നത് ഒട്ടും ഭൂഷണമല്ല. ഏതായാലും ഇതിൽ പോലീസ് നടപടിയെടുക്കുന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു, സർക്കാർ നേരിട്ട് ഇടപെടുന്നു, മുഖ്യമന്ത്രി ഇടപെടുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ആത്യന്തികമായിട്ട് ഇത് കോടതികളിൽ നിലനിൽക്കില്ല എന്ന് തന്നെയാണ്. പിന്നീട് ഈ ഒരു വിഷയത്തിൽ ഏതെങ്കിലും അതിക്രമം അവിടെ നടന്നതായിട്ട് ദൃശ്യങ്ങളിൽ നിന്നോ ഇവർ പുറത്തുവിട്ട കാര്യങ്ങളിൽ നിന്നോ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആരോഗ്യമന്ത്രിക്ക് പരിക്കേറ്റിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം, അവരുടെ കഴുത്തുളുക്കിയോ ഇല്ലേ എന്നുള്ളതൊക്കെ മറ്റൊരു വിഷയമാണ്. പക്ഷേ പ്രതിഷേധക്കാർ ഏതെങ്കിലും രീതിയിലുള്ള അതിക്രമം അവിടെ നടത്തിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും.